മുജാഹിദുകളാണ് എന്ന് പറഞ്ഞു വന്ന വഹാബികൾ അവർ സ്വയം ഇജ്തിഹാദിന്റെ പ്രവർത്തനം നടത്തിയതുകൊണ്ട് അവർ ഗവേഷണം ചെയ്ത് കിട്ടുന്ന നിയമങ്ങൾ ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ബാധകമല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. അതേസമയം ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ച് ആ മദ്ഹബിൽ ഏതെങ്കിലും ദുർബലമായതാണെങ്കിൽ പോലും കർമ്മശാസ്ത്ര വിഷയത്തിൽ ഒരാൾ അംഗീകരിച്ച് ഒരു പ്രവർത്തനം ചെയ്തു, ഇനി കർമ്മശാസ്ത്ര വിഷയത്തിൽ അവര് ശരിയാണെന്ന് തോന്നിയ ഏതൊരു കാര്യം ചെയ്താൽ പോലും അവരെ നമ്മൾ ഈ പറഞ്ഞ തെർക്കുൽ മുബാലാത്ത് നടത്തുന്ന, വിളിക്കാൻ പാടില്ലാത്ത, സ്റ്റേജിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത, അവരുമായി സൗഹൃദം പാലിക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ഒരു വിഭാഗമായി അവരെ കണക്കാക്കില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്ന അഹ്ലുസുന്നയുടെ വക്താക്കളാണ്. അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളുമായുണ്ട്. ഖുത്ബയിൽ താബികൾ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചാൽ സ്വഹിയാകും എന്ന വാദം ഈ സംസ്ഥാനയുടെ പണ്ഡിതന്മാർക്കുണ്ട്. എന്നാൽ അവരെ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരാതിരിക്കുകയോ അവരുമായി തെർക്കുൽ മുബാലാത്ത് നടത്തുകയോ ചെയ്യാറില്ല. കാരണം അത് കർമ്മശാസ്ത്ര വിഷയത്തിൽ മദ്ഹബിൽ നിന്ന് അവർ മനസ്സിലാക്കുകയും അവരങ്ങനെയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ അവർ ചെയ്യുന്നു. അതേസമയത്ത് വിശ്വാസ കാര്യങ്ങളിൽ അങ്ങനെ രണ്ട് രീതി വരാൻ പഴുതില്ല. അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങളിൽ ഒരാൾ അഹ്ലുസുന്നയുടെ അഭിപ്രായത്തിന്റെ പുറത്താണെങ്കിൽ അവൻ പുത്തൻവാദിയാണ്, പിഴ